ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് തണ്ണിമത്തൻ കൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പം മിക്സിയിലിട്ട് അടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതാണ്. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കുരുവെല്ലാം എടുത്തിട്ടൊന്ന് കളയാം. ഞാൻ പിന്നെ അതിന് മെനക്കെടുന്നില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും കണ്ടൻസ് മിൽക്ക് ഒഴിക്കണ്ട. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കുരുവെള്ളം എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ കളയാവുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരു കടിക്കൂല. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് പാൽ ഒഴിക്കണ്ട. ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. അവസാനമായിട്ട് നമുക്കിതിൽ കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്കസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറീൻ്റെ എസെൻസോ റാസ്ബെറീൻ്റെ എസെൻസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.